ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോ, ഈ ഫോട്ടോയുടെ നമുക്ക് കൈ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നമുക്കും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ തൽക്കാലം ഒരു കൈമാസ്റ്റർ വീഡിയോ എഡിറ്ററിലാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഏത് വീഡിയോ എഡിറ്ററിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അത്തരത്തിൽ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് അങ്ങനെ കൈ കൊടുക്കേണ്ടത്, അത്തരത്തിൽ ഒരു ചെറിയൊരു കുറഞ്ഞ സെക്കൻഡിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ എടുക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അടുത്ത് വെച്ച ഒരു വീഡിയോ ഞാൻ ഇതിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വീഡിയോ. തൽക്കാലം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ കാണാൻ സാധിക്കും. ഇതുപോലെ കൈ കൊടുക്കണതാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുപോലെ കൈ കൊടുത്തിട്ട് എവിടെയാണ് നിങ്ങൾ ലാസ്റ്റ് ആ ഒരു ഭാഗം, ഇതിലൊരു ഓപ്ഷൻ ഉണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള. നിങ്ങളുടെ ഏത് വീഡിയോ എഡിറ്ററിലാണോ നിങ്ങൾ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ അവിടെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ ഒരു ഭാഗത്തുള്ള സ്ക്രീൻഷോട്ടാണ് നമുക്ക് വേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ക്ലിങ് AI എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാം അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളിവിടെ കാണാൻ സാധിക്കും AI വീഡിയോ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെയിൽ വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യണം. അതൊന്ന് ലോഗിൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾ AI വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഈ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് ലഭിക്കുക. അവിടെ ഫ്രെയിം എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഈ ഒരു ഫസ്റ്റത്തെ സെക്ഷനിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ല, ആ സ്ക്രീൻഷോട്ട് ഇതിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ തൽക്കാലം സ്ക്രീൻഷോട്ട് എടുത്തത് അതിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻഷോട്ട് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രോംപ്റ്റാണ് വേണ്ടത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിന്ന് ചെയ്ത് വെക്കാം. അത് തൽക്കാലം ഇതിലേക്ക് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ജനറേറ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് ലോഡാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ലോഡായി കഴിഞ്ഞാൽ ആ ഒരു ബാക്കി ഭാഗം, ആ കൈ കൊടുക്കുന്ന ബാക്കി ഭാഗം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഫുൾ കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ആണ് ആ ഒരു വീഡിയോ നമുക്ക് ലഭിക്കുക. എന്നിട്ട് നിങ്ങളിവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാകും. ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു ഭാഗത്ത് ആ വാട്ടർമാർക്ക് ഇല്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതുപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഏത് എഡിറ്ററിലാണ് നിങ്ങൾ ബാക്കി വെച്ചത്, ആ ഒരു ഭാഗത്ത് മുതൽ ഈ ഒരു വീഡിയോ അവിടെ സെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായി. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. ഇനി ബാക്കി ആ ഒരു വീഡിയോ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും. അതിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെയാണ് ആ ഒരു വീഡിയോ. ഇത്രയും ഭാഗമാണ് നമ്മൾ എടുത്തത്. ബാക്കി സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെന്നാണ് ഇനി കാണാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ കൈ കൊടുക്കുന്ന വീഡിയോ ആണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഏത് വീഡിയോ എഡിറ്ററിലാണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് തയ്യാറാകുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.